നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ DO പരീക്ഷ ഭവൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിൽ. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് എന്നാണ്. അതായത് ഓരോരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഇത് ഫോളോ ചെയ്ത് മാത്രമേ നമ്മുടെ വെരിഫിക്കേഷൻ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി വരുന്ന തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടെ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് മൺഡേ ഓൺവേർഡ്സ് നിങ്ങൾക്ക് പല വിവിധ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സും കൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം, അതാണ് നല്ലത്. കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോന്നിട്ട് പെട്ടെന്ന് വായിച്ചു പോകും. അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെയാണെന്നില്ല നമുക്ക് നോക്കുകയും ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പരീക്ഷാ ഭവൻ 29/12/2023, 30/2023 തീയതികളിൽ നടത്തിയ കേട്ടറ്റ് ഒക്ടോബർ 2023 പരീക്ഷാ ഫലം. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മുടെ കേട്ടറ്റ് എക്സാം എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ ഒരു മന്തിൻ്റെ പേരിലാണ് നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ ആ എക്സാമിൻ്റെ പേര് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെരിഫിക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളുമായിട്ട് ഈ പറയുന്ന DEO ആയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേരിലാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, ഏത് ഇയറിലാണോ നിങ്ങൾ എക്സാമിൻ്റെ ഡേറ്റ് അല്ല പറയേണ്ടത്, അത് നോട്ടിഫിക്കേഷൻ വന്ന ആ ഒരു മന്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ പേര് പറയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരീക്ഷ ഫലം 28/2/2024 പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് 16/3/2024 മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അതായത് ഈ 16-ാം തീയതി മുതൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സൺഡേ ആണ്, പക്ഷേ സൺഡേ സാധ്യതയില്ല, പക്ഷേ അടുത്ത മൺഡേ ഓൺവേർഡ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നാട്ടിലുള്ള എവിടെയാണോ നിങ്ങൾ പരീക്ഷ എഴുതിയത് അവിടെ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പറുകളാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ ലഭിക്കുക. അതിനനുസരിച്ച് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളവിടെ ഹാജരാവണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. പ്രസ്തുത സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കാത്തവർക്ക് പിന്നീട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അറിയിപ്പ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് എപ്പോഴാണോ അവിടെ നിന്ന് അറിയിപ്പ് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അനുവദിക്കുന്ന സമയപരിധിയിൽ അല്ലാതെ കേട്ടറ്റ് വെരിഫിക്കേഷന് വേണ്ടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പോകുവാൻ പാടില്ലാത്തതുമാണ്. അപ്പോൾ അവർ തരുന്ന സമയത്ത് മാത്രം, അല്ലാതെ മറ്റുള്ള ഏത് സമയത്തും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിപ്പോൾ എക്സാമുമായി ബന്ധപ്പെട്ട മറ്റ് തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊരു സമയം അവിടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഇവിടെ വരുന്നത്. അതിലാണ് നിങ്ങളുടെ തെറ്റുകളും കാര്യങ്ങളൊക്കെ വന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ കേട്ടറ്റിന് മുന്നത്തെ കേട്ടറ്റിന് ഇതുപോലെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ കേട്ടറ്റിന് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഇതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടത് നിങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രം പോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഓരോന്നിട്ട് ഞാൻ പറയുമ്പോൾ ശരിക്കും മനസ്സിലാക്കണം, എന്നിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. എല്ലാം നിങ്ങളുടെ വിദ്യാഭ്യാസ ഓഫീസ് വഴി തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാ: പരീക്ഷാ ഭവൻ്റെ കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം മതിയായ യോഗ്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വെരിഫിക്കേഷൻ നടപടികൾക്കായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾ ഓരോ യോഗ്യത ഉണ്ടല്ലോ, ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രം ഇതിന് പോയാൽ മതി എന്നാണ് പറയുന്നത്. അതൊക്കെ ചില ആളുകൾ ചിലപ്പം അതൊക്കെ പറ്റിയിട്ട് ഇല്ലാത്ത ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എക്സാമിന് ഈ ഒരു പാസ്സായിട്ടുണ്ടാകും, ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ വെരിഫിക്കേഷൻ നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏറെക്കുറെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട മതിയായിട്ടുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എക്സാമൊക്കെ നിങ്ങളുടെ റിസൾട്ടൊക്കെ വരാത്ത ആളുകളാണെങ്കിൽ അത് വന്നതിന് ശേഷം മാത്രം പോയാൽ മതി എന്നാണ്. ഓക്കെ, അത് വരുന്ന സമയങ്ങൾ ഓരോ പോയിൻ്റായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി, രണ്ടാമത്തെ പോയിന്റ് നോക്ക്. കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം ഓരോ വിഭാഗത്തിലും പരീക്ഷാർത്ഥികൾക്ക് വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിട്ടുള്ളതും ആയത് പ്രകാരമുള്ള എല്ലാ അസൽ രേഖകളും ആയതിൻ്റെ പകർപ്പുകളും ഉൾപ്പെടെ വെരിഫിക്കേഷൻ നടപടികൾക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകേണ്ടതുമാണ്. നമ്മൾ അന്ന് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ എന്തുണ്ടാവണം, ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ ഒന്നിലധികം കാറ്റഗറികൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ ഓരോ കാറ്റഗറികൾക്കും ഓരോ സെറ്റായിട്ട് തന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഇവിടുന്ന് മനസ്സിലാക്കുക. നമ്മൾ അന്നേ പറഞ്ഞതാണ്, അതുകൊണ്ട് അതിൽ നിങ്ങൾക്കായിരിക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തെ പോയിന്റ് പറയുന്ന കാര്യം, ജനന തീയതി, പേര്, ഫോട്ടോ
എന്നിവ അപേക്ഷാ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയവർക്ക് വെരിഫിക്കേഷൻ നടത്തി നൽകാത്തതും തെറ്റ് തിരുത്തി പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ നടത്തി തരികയുമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് മുൻപൊക്കെ ആണെങ്കിൽ നമ്മുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നാൽ വെരിഫിക്കേഷൻ സമയത്ത് DOയിൽ നിന്ന് ഡയറക്റ്റ് ശരിയാക്കി തരാറുണ്ട്. പക്ഷെ ഇപ്പം പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷന് പോവേണ്ടതില്ല, നിങ്ങൾക്ക് നടത്തി തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ഒന്ന്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയ ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. രണ്ട്, നിങ്ങളുടെ പേരിൽ മിസ്റ്റേക്ക് വന്നത്. പേരിൽ മിസ്റ്റേക്ക് വെച്ചാൽ എന്തുവാ, നിങ്ങളെ SSLC സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഇത് അവർ റെഫർ ചെയ്യുക. അതിലുള്ള പോലെ തന്നെ ആയിരിക്കണം പേരും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റണം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ, ചില ആളുകൾക്ക് ഫോട്ടോയിൽ എറർ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ 3 തരത്തിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അത് ആദ്യം ശരിയാക്കിയിട്ട് പുതിയ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് തരും. അത് കിട്ടിയതിന് ശേഷം മാത്രം വെരിഫിക്കേഷന് പോയാൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അടുത്ത അതിനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയത് അവിടെ കൊടുത്തിട്ടുണ്ട്. ജനന തീയതി തിരുത്തുന്നതിന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ശരിക്കും മനസ്സിലായിക്കോ. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെ നമുക്ക് അറിയോ. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അറ്റസ്റ്റഡ് കോപ്പി, അതുപോലെ 100 രൂപയുടെ ചെലാൻ ഈ തന്ന ഈ ഒരു ഹെഡിലുമാണ് നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ളത്. എന്ന ഹെഡിൽ ഒടുക്കിയതിൻ്റെ അസൽ എന്ന് വെച്ചാൽ ഒറിജിനൽ, പിന്നെ സ്വന്തം അഡ്രസ്സ് എഴുതിയ രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിലുള്ള സ്റ്റാമ്പ് പതിപ്പിച്ച കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം സമർപ്പിക്കേണ്ടതാണ്. സോറി. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ അതിനൊരു ആപ്ലിക്കേഷൻ തയ്യാറാക്കണം. എൻ്റെ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയിട്ടുണ്ട്, അപേക്ഷ കൊടുത്ത സമയത്ത് തെറ്റിയിട്ടുണ്ട്, അത് എന്താണ് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് തരണം എന്ന രീതിയിൽ നിങ്ങളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. ഹാൻഡ് റിട്ടൺ മതി. പിന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, ഇപ്പം നിലവിലുള്ള ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങളതിൽ വെക്കണം. പിന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു അറ്റസ്റ്റ് ചെയ്ത കോപ്പി തന്നെ വേണം. ഓക്കെ, ഇവിടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയെന്ന് പറയുന്നില്ല, അതുകൊണ്ട് സെൽഫായിരിക്കില്ല. മറ്റൊരു ഉദ്യോഗസ്ഥനെ പോയിട്ട് കണ്ടാൽ നിങ്ങൾ ഗസ്റ്റഡ് ഓഫീസറിനൊക്കെ പോയി കണ്ടാൽ അവർ അറ്റസ്റ്റ് ചെയ്ത് തരും. അതിൻ്റെ ഒരു കോപ്പി വേണം. പിന്നെ നിങ്ങൾ നമ്മുടെ ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു ചെലാൻ ഈ പറഞ്ഞ ഹെഡിലേക്ക് പറഞ്ഞാൽ അവർ ചെയ്ത് തരും. അതിൻ്റെ എന്ത് വേണം, ഒറിജിനൽ. അതിൻ്റെ ചെലാൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടുമല്ലോ, സ്ലിപ്പ് കിട്ടുമല്ലോ, അതിൻ്റെ ഒറിജിനൽ വേണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരണമല്ലോ. പരീക്ഷാവിലേക്കാണ് ഇത് പോകുക. അപ്പോൾ അവിടെ നിങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ നിങ്ങൾക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള സ്റ്റാമ്പ് പതിപ്പിച്ച ഒരു കവറും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കണം. പോസ്റ്റ് ഓഫീസിൽ പോയാൽ അവരത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അതും കൂടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള DEOയിലേക്ക്, നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള DEOയിലേക്ക് പോയാൽ മതി. അവിടെ നിന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് തരും. അവർ വഴിയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, DEOയിലേക്ക് പോവുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, DEOയിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അത് ഇവിടെ ശ്രദ്ധിക്കണം. അടുത്ത, നിങ്ങളുടെ പേര് തെറ്റിയവരുണ്ടെങ്കിൽ ഇതൊക്കെ പണി വരുന്നത് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തരത്തിലുള്ള തെറ്റുകളും വരുത്താൻ പാടില്ലാന്ന്. പക്ഷേ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ ചെയ്തു, അതാണ് ഇപ്പോൾ പണി വരുന്നത്. ഓക്കെ, അടുത്ത പേര് തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ആദ്യം ചെയ്ത ജനന തീയതിയാണ്. പേര് തിരുത്താനായിട്ട് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ, പരീക്ഷാർത്ഥിയുടെ അപേക്ഷ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ വേണം, എൻ്റെ പേരിങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, പിന്നെ ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. ഹോൾ ടിക്കറ്റിൻ്റെ പിന്നെ കോപ്പി വേണം. പിന്നെ എന്താ, നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പിയാണ് വേണ്ടത്, സെൽഫ് അല്ല, അറ്റസ്റ്റഡ് കോപ്പി. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഈ ഹെഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു ചെലവ് നിങ്ങൾക്ക് അടക്കാൻ പറ്റും. അതിൻ്റെ ഒറിജിനൽ സ്ലിപ്പ് തരും അത്. പിന്നെ ഇതാ, SSLC സർട്ടിഫിക്കറ്റിലെയും കേട്ടറ്റ് അപേക്ഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരാണ് തിരുത്തുന്നത്. അപ്പോൾ ഇതാ ഇവിടെ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ കേട്ടിട്ട് അപേക്ഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത്. അത് പിന്നെ നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം അഡ്രസ്സ് എഴുതിയിട്ട് രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിലുള്ള സ്റ്റാമ്പ് പതിപ്പിച്ചിട്ടുള്ള കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അത് കാരണം പേര് തിരുത്തുന്നത് വെച്ചാൽ ചില ആളുകളുടെ പേര് വെച്ചാൽ നിങ്ങളുടെ പിന്നെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിലൊക്കെ കറക്റ്റായിരിക്കും. സർട്ടിഫിക്കറ്റിൽ ഒരു പേരുണ്ടാവും, ഒറിജിനൽ പേരുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്തപ്പോഴുണ്ടാവും. പക്ഷേ ശരിക്കും ചിലപ്പോൾ നിങ്ങളുടെ രണ്ടിലുള്ള പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം,
നിങ്ങളുടെ പേര് ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ പേരുണ്ട്, പക്ഷേ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് പേര് തെറ്റിച്ചു അല്ലേ, നിങ്ങളുടെ സ്പെല്ലിങ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അങ്ങനെ ആകുമ്പോൾ അതാണ് പറഞ്ഞത്, ഞാനിപ്പോൾ അപേക്ഷയിൽ തന്ന എൻ്റെ പേരും അതുപോലെ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിൻ്റെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിലുള്ള പേരും ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ തന്നെ എഴുതി ഒരു കാര്യം എഴുതി തയ്യാറാക്കുക. അതും നിങ്ങളുടെ ഒറിജിനൽ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസ്റ്റഡ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അത് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, അതാണ് അവിടെ വരുന്ന സാധനം. അത് നിങ്ങൾ റെഡി ആയിക്കൊണ്ട് പോവുക. DOയിലേക്കാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് സംശയങ്ങൾ നിങ്ങൾ വന്നാലും DOയിലേക്ക് തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. മറ്റാരോട് ചോദിച്ചിട്ട് നിങ്ങൾ സംശയം കൊണ്ട് വീണ്ടും തെറ്റിക്കാൻ പാടില്ല, നേരിട്ട് DOയിലേക്ക്. ഓക്കെ, അടുത്ത കാര്യം, ഫോട്ടോ തെറ്റി വന്ന ആളുകളുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് ഫോട്ടോ ഇഷ്യൂ ചെയ്ത് വന്നിട്ടില്ല സൈഡ്, ഇപ്പം റിസൾട്ട് വന്ന സമയത്ത് അതിൽ എറർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫോട്ടോ തെറ്റിയ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, ഫോട്ടോ വ്യക്തമായിരിക്കണം. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ആളുകൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ക്യാമറയിൽ മൊബൈൽ ക്യാമറയിലൊക്കെ ഡയറക്റ്റ് എടുത്ത ഫോട്ടോ അതുപോലെ അപ്ലോഡ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം. പ്ലെയിൻ മീൻസ് നിങ്ങൾക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവാം, അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് ആവാം, നോ പ്രോബ്ലം. ഓക്കെ, അതുപോലെ ക്ലിയർ ഉണ്ടാവണം ഫോട്ടോ, നല്ല വ്യക്തമായിട്ടുള്ള ഫോട്ടോ ഉണ്ടാവണം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഫോട്ടോ CD-യിലാക്കി സമർപ്പിക്കണം. നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ CD-യിലാക്കിയിട്ട് തന്നെ സമർപ്പിക്കണം. ഓക്കെ, ഈ പറഞ്ഞ സൈസിൽ തന്നെ ഉണ്ടായിരിക്കും വേണം. 20 KB-ക്കും 30 KB-ക്കും ഇടയിൽ ആയിരിക്കണം. സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അവരത് CD-യിലേക്ക് അവിടെ നിന്ന് തന്നെ റേറ്റ് ചെയ്ത് തരും. ഓക്കെ, അടുത്തത്, ഇതേ ഫോട്ടോ പതിച്ച് പരീക്ഷ എഴുതിയ സെൻറ്ററിലെ പ്രഥമാധ്യാപകൻ നൽകുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം. ഫോട്ടോയിൽ പ്രഥമാധ്യാപകൻ്റെ ഒപ്പും സീലും പതിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ ഇതേ ഫോട്ടോ ഒരു പേപ്പറിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ തന്നെയാണെന്ന് ഒരു കാര്യം നിങ്ങൾ എഴുതണം. അത് അടുത്ത ടീച്ചർ എഴുതി തരും, HM എഴുതി തരും. നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയത് അവിടെ പോയാൽ മതി, അവിടെ നിന്ന് അവർ ചെയ്തു തരും. ഓക്കെ, അതിൽ തന്നെ ഇതാ ആ ഒട്ടിക്കുന്ന ഫോട്ടോയിൽ എന്തുണ്ടാവണം, അവിടുത്തെ ഹെഡിൻ്റെ, അതായത് പ്രഥമാധ്യാപകൻ്റെ ഒപ്പും സീലും ആ ഫോട്ടോയിൽ പതിയണം എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, നല്ല പണിയാണ്. അടുത്തത്, ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ റിസൾട്ട് എന്നിവയുടെ പകർപ്പുകൾ സമർപ്പിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടാവുമല്ലോ, അതും അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വെക്കണം. പിന്നെയോ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുകളിലൊക്കെ പറഞ്ഞ പോലെ സ്വന്തം അഡ്രസ്സ് എഴുതിയ രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച ഒരു കവർ നിങ്ങൾ വെക്കണം. അത് കാരണം എന്ന് വെച്ചാൽ പുതിയത് ഇഷ്യൂ ചെയ്ത് നിങ്ങൾക്ക് വരണമല്ലോ നിങ്ങളുടെ വീട്ടിൽ അഡ്രസ്സിലേക്ക്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഈ പറഞ്ഞ ഹെഡിൽ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഈ തന്ന ഈ നമ്പറിൽ എന്ത് ചെയ്യണം, ഈ ചില ട്രഷറിയിൽ പോയിട്ട് ഒരു 100 രൂപയുടെ ചെലാൻ നിങ്ങൾ അടക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, നിങ്ങൾ 2 കാറ്റഗറി ഇതേ ഫോട്ടോ എറർ വന്നിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റഗറി ഉണ്ടോ അതിനനുസരിച്ച് ഓരോന്ന് വീതം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെല്ലാൻ അടക്കണം. ഓക്കെ, അങ്ങനെയും ആക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിനലും കൂടെ നിങ്ങൾ വെക്കണം. പിന്നെ ഇതാ സ്വന്തം അപേക്ഷ, അത് സെൽഫ് റിക്വസ്റ്റ് ആണ്. എൻ്റെ ഫോട്ടോ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് അത് ശരിയാക്കി തരുന്ന രീതിയിൽ നിങ്ങൾ എഴുതുന്ന ഒരു അപേക്ഷ, അത് നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾ എഴുതും. ഓക്കെ, എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. ഇതും ഈ പറഞ്ഞ DO വഴി തന്നെയാണ് ചെയ്യേണ്ടത്. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ട് കോൺടാക്ട് ചെയ്യണം. ആധികാരികമായിട്ടുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് DOയിലേക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നല്ല ബുദ്ധിമുട്ടാക്കി തരുവാണ്, നല്ല പണിയാണ് തരുന്നത്. ക്ലിയർ, എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം ഒന്നും കൂടി ഇരുന്ന് പഠിക്കുന്നതാണ്. അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ഹോൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നമ്മൾ അന്നേ പറഞ്ഞാണ്, എന്താണ്, എക്സാമിന് പോകുന്നതിന് മുന്നേ ഒക്കെ നമ്മൾ പറഞ്ഞാണ് അത് ചെയ്യാത്ത ആളുകളുണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ നേരിട്ട് പോയിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതായത് സെൻറ്ററിൽ പോയി ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് എന്തായാലും എടുക്കേണ്ടതായിട്ടുണ്ട്. ആ എടുക്കുന്ന ഹോൾ ടിക്കറ്റിൽ അവിടുത്തെ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് എന്ത് ചെയ്യുക, അതായത് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡിനോട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് സൈൻ ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ഒപ്പില്ലാതെ നിങ്ങളൊരു പരീക്ഷണത്തിന് DOയിലേക്ക് പോകേണ്ട, വെരിഫിക്കേഷൻ ചെയ്ത് തരില്ല. കാരണം അവരെങ്ങനെ ആൾക്കാരെ ഒഴിവാക്കാനാണ് നോക്കുക. അപ്പോൾ എന്തായാലും ഒഴിവാക്കും. അടുത്ത പോയിന്റ് നോക്കാം. വിവിധ കാരണങ്ങളാൽ പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് പുതിയ ഹോൾ ടിക്കറ്റ് വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആളുകൾ വീണ്ടും പോയിട്ട് അവിടെ സൈൻ ചെയ്യണമെന്ന് പോകേണ്ട, നേരിട്ട് അത് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, പോയാൽ മതി, DOയിലേക്ക് പോയാൽ മതി. അതിപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ പോകണമല്ലോ, ആ സമയത്ത് നേരിട്ട് പോയാൽ മതി. ഓക്കെ, അടുത്തത്, പരീക്ഷാ ഫീസ് ഇളവ്, ജാതിയുടെ ആനുകൂല്യം എന്നിവയ്ക്ക് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ആയതിൻ്റെ അസൽ രേഖ നിർബന്ധമായി സമർപ്പിക്കേണ്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ ഇപ്പോൾ SC/ST ഒക്കെ ആണെങ്കിൽ, പിന്നെ അതുപോലെ PH ഒക്കെ ആണെങ്കിൽ ഫീസിൽ ഒരു ഇളവുണ്ട് അല്ലേ, നേരെ പകുതി പൈസയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ്റെ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം വെരിഫിക്കേഷൻ പോകുമ്പോൾ. അതൊക്കെ നമ്മൾ അന്നേ പറഞ്ഞാണ്. പിന്നെ നമുക്ക് റിസർവേഷനിലെ ആളുകളുണ്ട്, അവർക്ക് 82 മാർക്ക് മതി, 82 എന്ന് വെച്ചാൽ 90-ൽ കുറവ് മാർക്ക് കിട്ടിയാൽ മതി. അങ്ങനെ 90-ൽ കുറവ് മാർക്ക് വാങ്ങിയിട്ട് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പിന്നെ ആനുകൂല്യത്തിന് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അത് മിക്കവാറും SSLCയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയാൽ മതി, അതിൽ നിങ്ങളുടെ ജാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നത്. അതിന് മുന്നൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നാളെ മൺഡേ ആണ് ഒന്ന് DOയിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ, ഓരോ DOയിൽ ഓരോ തരത്തിലാണ്, അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറയാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ DOയിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി, ഇത് മതിയോ അല്ല നോൺ ക്രിമിനൽ അല്ലെങ്കിൽ ഇത് വേണമെന്നുള്ള കാര്യം ചോദിക്കുക. സാധാരണ SC/STക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും മറ്റുള്ള ആളുകൾക്ക് OBC ഒക്കെ ആയി ബന്ധപ്പെട്ട ആളുകൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമാണ് ആവശ്യമായിട്ട് വരാറുള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. ഓക്കെ, അതൊക്കെ ഈ SSLC പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ.
അക്ഷയ സെൻറ്റർ വഴിയാണ് നിങ്ങളത് അപ്ലൈ ചെയ്യുക. സെൻറ്റർ വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3-4 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പാടെ നേരെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ഇഷ്യൂ ചെയ്ത് തരാറുണ്ട്. അതായത് രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്കും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിൽ തരുന്ന രീതിയിൽ അവർ ചെയ്ത് തരാറുണ്ട്. ഓക്കെ, അതിന് പ്രത്യേകം പൈസ ഒന്നും കൊടുക്കാനില്ല, പോയിട്ട് കാര്യം പറഞ്ഞാൽ മതി. ക്ലിയർ? അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലാതെ അവിടെ പോയി ഇരുന്നിട്ട് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത പോയിന്റ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധനാ വേളയിൽ സമർപ്പിക്കുകയാണെങ്കിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ സത്യാവസ്ഥ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ബോർഡിൽ നിന്നും ലഭ്യമാക്കുകയും കൂടാതെ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിച്ച ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്താൻ പാടുള്ളൂ. വീണ്ടും പണിയാണ് ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ടും വേണം. നിങ്ങൾ പുറത്ത് സ്റ്റേറ്റ്സിലൊക്കെ പോയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ ജെന്യൂനിറ്റി സർട്ടിഫിക്കറ്റും വേണം, അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റും വേണം. രണ്ടും വേണം എന്നാണ് ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലാകുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങൾ ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അടുത്തത്, B.Ed, D.Ed, D.Ed പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവർ കേട്ടറ്റ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷം പഠിക്കുകയായിരുന്നുവെന്ന് സ്ഥാപന മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് പ്രകാരം ഉറപ്പുവരുത്തേണ്ടതും വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് നൽകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവസാന വർഷമൊക്കെ പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും വെരിഫിക്കേഷൻ പോകാൻ കഴിയില്ല, കാരണം നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കേട്ടറ്റ് പരീക്ഷ കാറ്റഗറി 1, 2 ഒക്കെ ക്വാളിഫൈ ചെയ്തത്. ഏതാണോ അത് ക്വാളിഫൈ ചെയ്തതെന്നുള്ളത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേലധികാരി, അവിടുത്തെ കോഴ്സ് ഡയറക്ടർ അഥവാ പ്രിൻസിപ്പളൊക്കെ ഉണ്ടാവും. അവർ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സർട്ടിഫൈ ചെയ്ത് നിങ്ങൾക്കൊരു പേപ്പർ തരും. അത് അവർക്കറിയാം, നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ വെക്കണം. എപ്പോഴാണ് നിങ്ങൾ വെരിഫിക്കേഷൻ പോകുന്നത് ആ സമയത്ത് അത് ചോദിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കിതാ വിജയിച്ചിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ലഭിച്ച് കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ വെരിഫിക്കേഷന് പോയാൽ മതി എന്നാണ് പറയുന്നത്. വെറുതെ നിങ്ങളൊരു പരീക്ഷണത്തിന് പോകേണ്ട, ഒറിജിനൽ എന്തായാലും വേണം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് മതി, ഇതാ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്കായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കയ്യിലുണ്ടെങ്കിൽ അത് പരിശോധനയ്ക്ക് പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് പോയിക്കോ. പക്ഷേ മുന്നേയൊക്കെ പറയാറുള്ളത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് 6 മാസമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയാറുണ്ട്. ഇപ്പം ഇനി മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. DOയിലേക്ക് നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അടുത്തത്, പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാകാത്തവർക്ക് തൊട്ടടുത്ത കേട്ടറ്റ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന വേളയിൽ മാത്രമേ അവസരം നൽകുകയുള്ളൂ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആകുന്നത് ആ സമയത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്ത എക്സാം കഴിഞ്ഞിട്ട് ഇതുപോലെ വെരിഫിക്കേഷൻ നടക്കും, ആ സമയത്ത് നിങ്ങൾക്ക് പോയി ചെയ്യാം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിന് കാലാവധി ഒന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, അത്രയേ ഉള്ളൂ. അടുത്തത്, 2023 ഒക്ടോബറിലെ കേട്ടറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അർഹരായ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമേ ഈ കാര്യാലയത്തിൽ നിന്നും അനുവദിക്കുകയുള്ളൂ. അതായത് ചില ആളുകൾ എമർജൻസി ആയിട്ട് നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കാറുണ്ടല്ലേ, എമർജൻസി കൊണ്ട് അഡീഷണൽ ഫൈൻ ഫീസൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലൊക്കെ അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ പരീക്ഷ ഭവനിൽ ഈ ഒരു പരിപാടിയൊന്നുമില്ല. ഓക്കെ, അടിയന്തരമൊന്നുമില്ല, പെട്ടെന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരുമിച്ച് മാത്രമേ തരുമെന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ്, കേട്ടറ്റ് വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്ന യോഗ്യതകൾക്ക് വിപരീതമായി അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ നിരുപാധികം നിരസിക്കുന്നതാണ്. ഓക്കെ, അത് നോട്ടിഫിക്കേഷൻ പ്രകാരം ഉള്ള എല്ലാ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവണം. നിങ്ങൾ എന്ന തരത്തിൽ നെഗറ്റീവ് പോലെ ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ആദ്യം പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, അങ്ങ് തള്ളുന്നതാണ് പറയുന്നത് വെരിഫിക്കേഷൻ സമയത്ത്. അടുത്തത്, ജാതി, കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധനാ വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഇതൊരു വലിയൊരു ഓഫറാണ് കേട്ടോ, ഇത് ശരിക്കും ഒരു ഓഫറാണ്. എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടാവും, റിസർവേഷൻ ഉള്ള ആളുകളായിരിക്കും. പക്ഷേ നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് നിങ്ങളിപ്പോൾ കാറ്റഗറി SC അല്ലെങ്കിൽ OBC എന്നൊക്കെ എഴുതുന്നതിന് പകരം ജനറൽ എന്ന് കൊടുത്തു പോയ ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ഒരു കേസ് മുന്നൊക്കെ ഉണ്ടായിന്. അങ്ങനെ ജനറൽ എന്ന് കൊടുത്തു പോയവരുണ്ടാവും. അങ്ങനെ കൊടുത്തു പോയവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 82 മുതൽ 89 മാർക്ക് വരെയാണ് നിങ്ങൾ സ്കോർ ചെയ്തത്. പക്ഷേ നിങ്ങൾ ജനറൽ എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താ നോട്ട് ക്വാളിഫൈഡ് എന്നായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ ശരിക്കും നിങ്ങൾ റിസർവേഷൻ നിങ്ങൾ അന്നേ കാറ്റഗറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആളുകളായിരിക്കും അല്ലേ, നിങ്ങൾ ഒറിജിനൽ പ്രകാരം. അപ്പോൾ അങ്ങനെ ക്വാളിഫൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വെരിഫിക്കേഷന് പോയിക്കോ, അവിടെ നിന്ന് ഒരു അപേക്ഷ കൂടി കൊടുത്താൽ നിങ്ങൾക്കത് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആയി വിചാരിക്കുന്നു. SC ST OBC എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം അറിയാതെ ജനറൽ എന്ന് കൊടുത്തുപോയി. ജനറൽ ആകുമ്പോൾ 90 മാർക്കോ അതിന് മുകളിലേക്കോ വേണം. പക്ഷേ നിങ്ങൾക്ക് 82-നും 89-നും ഇടയിലാണ് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ശരിക്കും നിങ്ങൾ SC ST അല്ലെങ്കിൽ OBC ആണ് കൊടുത്തിരുന്നെങ്കിൽ ഈ മാർക്ക് കിട്ടിയാൽ മതി. ഈ 82 മാർക്കിനുള്ളിൽ കിട്ടിയാൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു. പക്ഷേ ഇപ്പോൾ ജനറൽ കൊടുത്തുപോയതുകൊണ്ട് നിങ്ങൾ എന്തായാലും നോട്ട് ക്വാളിഫൈഡ് എന്നാണ് ഈ പറഞ്ഞ റിസൾട്ടിൽ കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പരീക്ഷകളിൽ DOയിലേക്ക് പോയിട്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങൾ വെരിഫൈ ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പണ്ട് അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് വലിയൊരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വലിയൊരു പണി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
എന്ന് വെച്ചാൽ തെറ്റൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇനിയെങ്കിലും അടുത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇനിയുള്ള എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നല്ല വൃത്തി ശ്രദ്ധിച്ചിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പറയണം. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത്രയും പണി ഒഴിവായി കിട്ടും. ഇതിപ്പോൾ നല്ല പണിയാക്കും, ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടണം. എന്തായാലും നിങ്ങൾ 1-2 ദിവസം പോയി കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പം വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇനി ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് വെരിഫിക്കേഷൻ പോവുക. പിന്നെ വീണ്ടും ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ സെൻറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ ശ്രദ്ധിക്കുക. അല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്ത് പോകാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് നിങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി പോകാൻ പറ്റും. രാവിലെ പോയിട്ട് അവിടെ ക്യൂ നിന്നോ, അത് വേഗം കഴിഞ്ഞിട്ട് വരാം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിപ്പിക്കും, നിങ്ങളുടെ സമയം പോകും. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ എന്നുള്ള കാര്യം കൂടെ പറയുകയാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ആക്കാൻ പാടില്ല. നേരെ പോകാൻ വരുമോ പെട്ടെന്ന് സ്പീഡിൽ, എല്ലാം സ്പീഡാണ്. ഓക്കെ, ആവശ്യം നമ്മളിതാണ്, അവർക്ക് ആവശ്യമൊന്നുമില്ല. അവർ ചിലപ്പം ടൈം ചിലപ്പോൾ ഇങ്ങനെ കിട്ടുക 10 മണി മുതൽ 2 മണി വരെ. ഓക്കെ, അല്ലെങ്കിൽ 1:30 മുതൽ 3:30 അങ്ങനെയൊക്കെയാണ് സമയം വരും ഓരോ സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ക്ലിയർ, ഒരാൾക്ക് എന്തായാലും 10-15 മിനിറ്റ് സമയം കുറഞ്ഞതെടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് DOയിലേക്ക് തന്നെ ബന്ധപ്പെടണം. ഓക്കെ, ഞാൻ പറയാൻ കാരണം കമൻറ്റൊക്കെ രേഖപ്പെടുത്തി ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. മാത്രമല്ല എല്ലാത്തിനും കൃത്യമായി മറുപടി തരാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആധികാരികമായിട്ട് അറിയാൻ DOയിലേക്ക് തന്നെ ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.